ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ ക്യാരറ്റ്സ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു നണ്ട് കറിയാണ്. നല്ല നാടൻ നണ്ടാട്ടോ, ഫ്രഷാണ്, കടപ്പുറത്തുനിന്ന് കിട്ടിയതാണ്. നമ്മളെ വീട്ടിലുള്ള മസാലകൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ, സാധാ ഒരു നാടൻ രീതിയിലാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. ഒരു പാന് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക, സവാള ഇടുക. സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ. സവാള നന്നായി ഇതേപോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തിടാം കേട്ടോ. തക്കാളിയും പിന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. തക്കാളി രണ്ടും കൂടി നല്ലോണം മിക്സാക്കി നല്ലോണം വഴണ്ടി വരണം കേട്ടോ. എന്നാലേ നമുക്ക് കറിക്കൊരു ടേസ്റ്റും അതിനൊരു കായും ക്രീമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റി നല്ലോണം മിക്സാക്കി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ മിക്സാക്കണം കേട്ടോ. പിന്നെ നമ്മളെ നണ്ട് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചത് അതിക്കിട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം കഴുകി ക്ലീൻ ചെയ്തതാണ്. അതിലേക്കിട്ട് നല്ലോണം ഒന്നാണ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കണേ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ തിളച്ച് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അതേപോലെ ഇപ്പോൾ നല്ല ഗ്രേവിയൊക്കെ ആയില്ലേ. നമ്മൾ നോമ്പ് തുറക്കുള്ള ഇതാട്ടോ, പത്തിരിക്കുള്ള കറിയാണ്. അപ്പോൾ കുറച്ചൊരു ഗ്രേവി വേണം അതിന് വേണ്ടിയിട്ടാട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കണേ. നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേവി ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 നമ്മളെ കാഷ്നട്ടും ഒരു 2 സ്പൂണ് തേങ്ങയും നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ച് ക്രീം പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മളതിലേക്ക് ലാസ്റ്റ് ചേർത്തത് ഞാൻ ജീരകം പൊടിച്ചതാണ് കേട്ടോ. വലിയ ജീരകവും നമ്മളെ ഉണക്കമുളകും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് നല്ല അടിപൊളി കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പത്തിരിക്കും ദോശയ്ക്കും ഒക്കെ പറ്റും കേട്ടോ, പൊറാട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ കണ്ടുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യും വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.